നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് എന്നതാണ് സത്യം. തീർച്ചയായിട്ടും എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടും ബി ക്ലാസ് മണ്ഡലങ്ങളായിട്ടും സി ക്ലാസ് മണ്ഡലങ്ങളുമായിട്ടും ഒക്കെ തിരിച്ച് 3 മുന്നണികളും പ്രചരണം തുടങ്ങാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും ഏതാണ്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ചില മേഖലകളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും മറ്റു കാര്യങ്ങളും തുടരുകയാണ്. അതുപോലെ BJPയിലും NDAയിലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷം അഥവാ CPM ഭരിച്ചിരുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവരുടെ MLA ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള PR വർക്കാണ് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളൊക്കെ തുറന്നാൽ തന്നെ ഇന്ന MLAയുടെ പേര് പറഞ്ഞ് കുറെ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളും ബോർഡുകളും ലൈറ്റുകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള PR വർക്കാണ് നടക്കുന്നത്. പക്ഷേ അവിടെയൊന്നും ജനകീയമായ വികസനം യഥാർത്ഥ രീതിയിൽ നടപ്പിലായിട്ടില്ല എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. ഞങ്ങളുടെ DNA ഓഫീസ് ഇരിക്കുന്ന മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ഇവിടെ VK പ്രശാന്ത് എന്ന മുൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഥവാ മേയർ ബ്രോ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ സ്ഥാനാർത്ഥി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് PR വർക്കുകൾ അദ്ദേഹം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വികസനം വേണ്ട രീതിയിൽ ജനകീയമായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം വരികയാണെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇദ്ദേഹം ഇവിടെ ചാടി അവിടെ ചാടി ഇവിടെ ചാടി MP ആയിട്ട് മത്സരിച്ചു, അങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇങ്ങനെയുള്ള പരിപാടികളാണ്. MP ആയിട്ട് മത്സരിച്ച് തോൽക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തെ ഒരു വലിയ ഒരു വിശ്വാസയോഗ്യമായിട്ട് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി NDA സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്ന കാര്യത്തിൽ ചില അഭ്യൂഹങ്ങളും ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ R ശ്രീലേഖയ്ക്ക് ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കും എന്ന തരത്തിൽ പ്രചരണം വന്നു. പിന്നീട് G കൃഷ്ണകുമാർ, അങ്ങനെ പലരുടെയും പേരുകൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്ന സ്ഥിതിക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധീനതയിലുള്ള മണ്ഡലമായതുകൊണ്ട് അല്ലെങ്കിൽ ആ പരിധിയിൽ വരുന്ന മണ്ഡലമായതുകൊണ്ട് കുറച്ചുകൂടി BJPക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ K മുരളീധരൻ, ഈ മേയർ ബ്രോ എന്ന് പറയുന്ന VK പ്രശാന്ത് 13 മാസം ആദ്യം MLA ആയി. അതിനുശേഷം അദ്ദേഹം ഫുൾ ടേൺ 5 വർഷം MLA ആയി. MLA ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ട്, ശാസ്തമംഗലത്തെ ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. നമ്മളതൊക്കെ കണ്ടതാണ്. എന്തൊക്കെയായാലും ശരി, വട്ടിയൂർക്കാവിന്റെ സമ്പൂർണമായ വികസനത്തിന് ഒരു BJP NDA MLA തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു പൊതു അഭിപ്രായം വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് ചില അഭിപ്രായ സർവേകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലോക്കൽ മാധ്യമത്തിന്റെ അഭിപ്രായ സർവേ കണ്ടു. അതിൽ എല്ലാവരും ഇനിയിപ്പോൾ BJP ഭരിക്കട്ടെ, വട്ടിയൂർക്കാവിൽ K മുരളീധരനെ കൊണ്ടും VK പ്രശാന്തിനെ കൊണ്ടും വലിയ തോതിലുള്ള ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു പേരൂർക്കട ഫ്ലൈ ഓവർ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു ചെറിയ ടൗൺ ആണ് പേരൂർക്കട. ESI ആശുപത്രി, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അപ്പം അതുപോലെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ വഴിക്ക് വീതിയില്ലാത്തത് കാരണം ഒരു ഫ്ലൈ ഓവർ, വഴയില വരെയുള്ള ആ ഒരു ഫ്ലൈ ഓവറും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അന്ന് VK പ്രശാന്ത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു. അതൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ ഈ PR വർക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് CPMനും ഇടതുപക്ഷത്തിനും ഉള്ളത് എന്ന് വട്ടിയൂർക്കാവ് മണ്ഡലം നോക്കിയാൽ മനസ്സിലാകും. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന് വീണ്ടും ഒരു MLA ആകാനുള്ള യോഗമുണ്ടാകുമോ, അതോ ഇനി K മുരളീധരൻ കടന്നു വന്നാൽ UDF ജയിക്കുമോ, BJPക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിറയുകയാണ്. ഞങ്ങൾ എല്ലാ മണ്ഡലങ്ങളെയും എടുത്തു വെച്ച് പരിശോധിക്കുന്നില്ല, എള്ളുകീറി പരിശോധിക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളെ കുറിച്ചുള്ള വാർത്തകളും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റികളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ DNA ന്യൂസ് എല്ലാ ദിവസവും
സംപ്രേഷണം ചെയ്യും. അതിന്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. പ്രേക്ഷകർക്ക് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാം. കമന്റുകളായും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. വിവിധ മണ്ഡലങ്ങളിൽ ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ MLA, അത് ഏത് MLAയും ആകട്ടെ, ഏത് രീതിയിൽ പ്രവർത്തിച്ചു, ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്, ഇനി ആരാണ് അവിടെ ഒരു MLA സ്ഥാനത്തേക്ക് കടന്നു വരേണ്ടത് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം.